കേരളത്തിലെ പൊതുസമൂഹവും ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളും ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും UDFന്റെ നേതാക്കന്മാരായ പാണക്കാട് തങ്ങളും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബും കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത്. താമരശ്ശേരി ബിഷപ്പ്, അതുപോലെ തന്നെ ബത്തേരി ബിഷപ്പ്, CP ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ പലരും അങ്ങനെ സമൂഹത്തിൽ ഞാൻ പേര് പറഞ്ഞതും പേര് എനിക്കിപ്പോൾ എന്താ പറയുക ഓർമ്മയിൽ കിട്ടാത്തതുമായ മുഴുവൻ ആളുകൾ അതൊരു വിഷയ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു എന്താ പറയുക കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ വന്യമൃഗ വിഷയം അത് അങ്ങേയറ്റം ഗൗരവമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ നൽകിയിട്ടുള്ള പിന്തുണയൊക്കെ. അതുകൊണ്ട് പിണറായി വിജയൻ ഒരു ദിവസമോ അല്ലെങ്കിൽ ഈ 10 ദിവസമോ ഞാൻ 100 ദിവസം കിടക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത് മിനിമം. കാരണം അതിന് തയ്യാറെടുത്താണ് ഞാൻ ഇറങ്ങിയിരുന്നത്. കാരണം ഏതൊക്കെ കേസുകൾ നാട് മുഴുവൻ FIRകളാണ്. അതിൻ്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയും നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ വീട്ടുകാരോടൊക്കെ അത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇവിടുത്തെ ജുഡീഷ്യറിയിൽ ഞാൻ തുടക്കം മുതലേ പറയുന്നത്, പണ്ട് മുതലേ എൻ്റെ ചെറുപ്പം മുതലേ ഈ പൊതുപ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്, ഒരുപാട് ഫൈറ്റുകൾ നേരിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ഒരു അത്താണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനമാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനം. അവിടുന്ന് നീതി കിട്ടുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. ആ നീതി കൃത്യമായി കിട്ടിയിരിക്കുകയാണ്. സർക്കാർ ഒരു തിരിച്ചടിയായിട്ട് കരുതുന്നുണ്ടോ? സർക്കാരിന് തിരിച്ചടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിന് തിരിച്ചടി മാത്രമേ ഉള്ളൂ, അല്ലാത്ത എന്തടിയാണ് സർക്കാരിനുള്ളത്? സർക്കാർ ഞാൻ പറഞ്ഞില്ല, സ്വയം കുഴി കൊത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായിയുടെ ആവശ്യം ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരരുതെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് തമാശയായി തോന്നും. CPM അധികാരത്തിൽ വരാതിരിക്കാനുള്ള കരാറാണ് കേന്ദ്രത്തിലെ RSS നേതൃത്വം അദ്ദേഹമായി ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് തൊട്ടിട്ട് എന്തിനാ ഈ ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത്? കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് ആവർത്തിച്ച് പിണറായി പറയുന്നത്. എന്തിനേറെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മന്ത്രിമാരുൾപ്പെടെ ഈ പറഞ്ഞ പോളിറ്റ് ബ്യൂറോ പറഞ്ഞ ആ കാര്യത്തെ അഡ്മിറ്റ് ചെയ്യാണല്ലോ. അപ്പോൾ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളെ പരിപൂർണമായും എന്താ പറയുക ഈ വിഭാഗത്തു നിന്ന് അകത്തി. LDFനോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ മുഴുവനായിട്ട് മകർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നുള്ളത് ഏതാണ്? പിന്നെ ഉണ്ടായിരുന്ന ക്രിസ്തീയ സമൂഹമാണ് ഈ മുന്നണിയെ ഇടതുപക്ഷത്തെ ഒരു പരിധി വരെ സഹായിച്ചിരുന്നത്. ക്രൈസ്തവ സമൂഹത്തെ ഈ പറയുന്ന വനഭേദഗതി ബില്ലുകൊണ്ട് ആ സമുദായവും ആ സമൂഹവും മൊത്തം ഈ CPMനെ വിടാൻ പോവുകയാണ്. കിട്ടിയിരുന്ന സപ്പോർട്ട് പോലും കിട്ടില്ല. 1,30,00,000 ജനങ്ങൾ, 63 നിയമസഭാ മണ്ഡലം, 430 പഞ്ചായത്ത്, ഇതിനെയാണിത് ബാധിക്കാൻ പോകുന്നത്. അവിടെ വന്യമൃഗശല്യം കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രി കേന്ദ്രമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടിയൂരുന്ന ഈ ഘട്ടത്തിൽ ഫോറസ്റ്റ് അധികാരികൾക്ക് അമിതാധികാരം നൽകുന്ന ഈ നിയമം കൊണ്ടുവരുന്ന കേന്ദ്രമല്ല, കേരളത്തിന്റെ വന നിയമത്തിലാണ് ഈ അമിതാധികാരം കൊടുക്കുന്നത്. ഇതെന്തിനു വേണ്ടി എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വന നിയമ ഭേദഗതി ബില്ല് പാസ്സായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ജുഡീഷ്യറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്താ പറയുക ഈ നീതി ഉണ്ടല്ലോ, അത് കിട്ടാൻ പോകുന്നില്ല. എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക ഫോറസ്റ്റുകാരാണ്. എൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുക ഫോറസ്റ്റ് കോടതിയിലാണ്. എന്നെ റിമാൻഡ് ചെയ്യുന്നത് ഫോറസ്റ്റിൻ്റെ ലോക്കപ്പിലാണ്. ഇതാണ് ഈ വരാൻ പോകുന്ന നിയമം. ആ നിയമം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. ആ നിയമം കൂടി ഇവിടെ വരികയാണെങ്കിൽ, ഇല്ലെങ്കിലേ മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. മനുഷ്യർ വിട്ടിറങ്ങി വരികയാണ്. നിവൃത്തിയില്ലാതെ പശ്ചിമഘട്ടം വിട്ട് ജനം താഴേക്ക് ഇറങ്ങേണ്ട ഗതികേട് ഉണ്ടാക്കുന്നതാണ് ഇതുവരെയുള്ള നിയമം. ആ നിയമത്തിന് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ പുതിയ നിയമം. ഈ അങ്ങയുടെ അറസ്റ്റിന് പിന്നാലെ UDF നേതാക്കളുടെ വലിയൊരു പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ളൊരു പിന്തുണ UDF നേതാക്കളുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. ആ പിന്തുണ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശേഷം UDFയിലേക്കുള്ള ഒരു പ്രവേശനമായിട്ടൊക്കെ അതിനെ കണക്കാക്കാം? അല്ല, അതിനെ പൂർണ്ണമായിട്ടും അതിനെ എന്താ പറയുക സ്നേഹപൂർവ്വം അതിനെ സ്വാഗതം ചെയ്യുന്നു. അതിനെ അവരോട് നന്ദി അർപ്പിക്കുന്നു. UDFയിലേക്ക് പോകുന്നു? അല്ല, അത് പറയാറായിട്ടില്ല. ഞാൻ ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമാക്കാം. ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത്. ഈ വേറിട്ട ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ഭരണകൂട ഭീകരത, ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും
ഇതിനെതിരെ UDF-മായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി സത്തെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി എന്റെ പിന്തുണ. നേതാക്കളുടെ പ്രതികരണം വന്നിട്ടുള്ളത് സർക്കാർ ഓഫീസ് തകർത്തതിന് എടുത്ത സ്വാഭാവികമായ ഒരു കേസ് മാത്രമാണ് ഇത് എന്നുള്ളതാണ് CPM നേതാക്കളുടെ എല്ലാം പ്രതികരണം വന്നിട്ടുള്ളത്. CPM നേതാക്കൾക്ക് അങ്ങനെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിന്റെ അകത്ത് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സ്പീക്കറെ തലകീഴായി നിർത്തി സ്പീക്കറുടെ മേശയും വാതിലും ജനലുമെല്ലാം തൂക്കി അടിച്ചെറിഞ്ഞിട്ട് അതിവിടെ കണ്ടതാണല്ലോ. ഇവിടെ എന്താ ഉണ്ടായത്? 4 പയ്യന്മാര് സ്വാഭാവികമായിട്ടുള്ള ഒരു വികാര പ്രകടനത്തിനപ്പുറം എന്താ ഉണ്ടായത്? ആകെ 2 കസാലയാണ്, പ്ലാസ്റ്റിക് കസാല. ഒരു പ്ലാസ്റ്റിക് കസാലയുടെ വില 500 രൂപയാണ്, 2 വില 1000-ആണ്. പിന്നെ ഒരു ട്യൂബ് പൊട്ടി എന്താ പറയുക, ഒരു ഫാന് കയറുന്നു 2000-2500 രൂപൻ്റെ നഷ്ടമാണ് ഉണ്ടായിരുന്നത്. അതാണ് 35,000 എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ CPM നടത്തിയ സമരങ്ങളും CPM-നെ സംബന്ധിച്ച് CPM ഇപ്പോൾ അത് പറയാം. കാരണം അവർ സമരം തന്നെ എന്താണെന്ന് മറന്നുപോയി. ഭരണത്തിൻ്റെ ശീതളച്ചായ മുന്നോട്ട് ഇങ്ങനെ ഒഴുകില്ലേ, തഴുകി ഒഴുകുകയാണ്. അപ്പോൾ അവർക്ക് സമരമൊക്കെ എന്താ പറയുക, അരോചകമായി തോന്നും. കൂടുതൽ ശക്തമായ സമരങ്ങളിലേക്ക് കടക്കുകയാണോ? എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? കേട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരത്തിൽ ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ശക്തമായ സമരത്തിലേക്കാണോ ഇനി കടക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, ഈ കർഷക സംഘങ്ങൾ സ്വന്തമായ ഇഷ്ടംപോലെ കർഷക സംഘങ്ങളുണ്ട്. അവരും UDF ലീഡർഷിപ്പുമായി ആലോചിച്ച് ഒരു കൈകോർത്തിട്ടുള്ള പോരാട്ടത്തിനാണ്. ഇനി ഒറ്റാൾ പോരാട്ടമല്ല, കാരണം ഇനി കൂടിയുള്ള പോരാട്ടമാണ്. അതിന് എന്ത് കോംപ്രമൈസും വ്യക്തിപരമായിട്ട് അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. കൂട്ടമായ പോരാട്ടത്തിനുള്ള ഏറ്റവും വലിയ എന്താ പറയുക, എന്ത് തയ്യാറെടുപ്പാണോ വേണ്ടത് ആ തയ്യാറെടുപ്പുമായിട്ട് മുന്നോട്ട് പോകും. ഈ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ് പുറത്തു വരുന്നു, അങ്ങനെ വേണം വിശ്വസിക്കാം? അല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴും കരുത്തിന് കുറവില്ല, ഇങ്ങോട്ട് വരുമ്പോൾ. അങ്ങയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അനുയായിയായിട്ടുള്ള ES സുഗുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്പസമയം മുമ്പ്. അങ്ങയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഇനി അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഈ സുഗു എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഗുവിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് നമ്മൾ ബേജാറായിട്ട് കാര്യമില്ല. കാരണം സുഗു അവിടുത്തെ LC സെക്രട്ടറി ആയിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ആ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ആ നിയോജകമണ്ഡല സമ്മന്നിതനായ CPM-ന്റെ നേതാവായിരുന്നു. അദ്ദേഹം എൻ്റെ കൂടെ ഫസ്റ്റിൽ തന്നെ വന്ന ആളുകളിൽ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ നിലക്ക് ബാക്കിയുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടും. അങ്ങ് ഉയർത്തിയ പലതരത്തിലുള്ള വിഷയങ്ങൾ അങ്ങയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നോ UDF ഇത് മനസ്സിലാക്കാൻ? അല്ല, അങ്ങനെയൊന്നും ഇപ്പം അതിനെ വിലയിരുത്തേണ്ടതില്ല. ഓരോ ഘട്ടമാണ്. പൊളിറ്റിക്സ് തന്നെ സാഹചര്യങ്ങളനുസരിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞത് ചിലപ്പോൾ ഇന്ന് പറയാൻ പറ്റില്ല, ഇന്ന് പറഞ്ഞത് നാളെ പറയാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞത് ഒരു ഇരുമ്പോലൊക്കെയാണെന്ന് വിചാരിച്ച് നടക്കാൻ പറ്റുന്ന കാലമല്ല. ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബാലൻസ് പൊളിറ്റിക്സ്. നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്തുക, ശത്രുവിനെ തകർക്കുക എന്നതാണ് ആത്യന്തികമായിട്ടുള്ളത്. അതിന് ഏതാണോ ശരിയായ പോസിബിൾ ആയിട്ടുള്ള മാർഗമെന്ന് നോക്കും. ജാഥയൊക്കെ നടത്താനുണ്ടായിരുന്നു. ആ ജാഥയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് അടുത്ത ദിവസം തുടങ്ങുക എങ്ങനെയാണ്? ഇല്ല, ജാഥ 2-3 ദിവസം ജാഥയായിരുന്നു. ഇത് 3-ാമത്തെ ദിവസം ഈ മരണമുണ്ടായ അന്ന് തന്നെ നമ്മൾ ഓഫീസ് മാർച്ച് കഴിഞ്ഞ ശേഷം അന്നേ പറഞ്ഞതാണ്. ഇത് വൈകുന്നേരം വരെയുള്ള ജാഥ ഉച്ചയ്ക്ക് അവസാനിച്ചു, അത്രയേ ഉള്ളൂ. UDF-മായി ചേർന്ന് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, UDF-മായി ഏതെങ്കിലും തരത്തിലുള്ള അനൌദ്യോഗിക ചർച്ചകൾ മുന്നണി പ്രവേശനം സംബന്ധിച്ച് നടത്തിയിട്ടുണ്ടോ ഇതുവരെ? ഞാനിപ്പോൾ ഈ ജയിലിൻ്റെ അകത്ത് എന്ത് ചർച്ച നടത്താം? ഒരു ഔദ്യോഗിക ചർച്ച എവിടെ നടന്നു? അനൗദ്യോഗികമായിട്ട് ഇപ്പൊ നമ്മളൊക്കെ ഈ പേഴ്സണൽ ബന്ധങ്ങളിലെ ആളുകളല്ലേ, മനുഷ്യരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു ഘട്ടത്തിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ല, VD സതീശനെ എന്നെ തള്ളി പറഞ്ഞു എന്ന അഭിപ്രായം എനിക്ക് അന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പല സമയത്ത് നിങ്ങൾ ചോദിച്ചിട്ടില്ല. അദ്ദേഹം പത്രക്കാർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഒരു മറുപടിയിൽ എപ്പോഴും അദ്ദേഹം എന്നെ അന്നും തള്ളി പറഞ്ഞിട്ടില്ല, ഇന്നും തള്ളി പറഞ്ഞിട്ടില്ല. നാളെ ഞങ്ങൾ കാണേണ്ടവരാണ്, ഒരു പക്ഷേ ഒരുമിച്ച് നീങ്ങേണ്ടവരാണ്. അത് അദ്ദേഹത്തിനും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിലൊന്നും ഒരു അർത്ഥമില്ല. ഇവിടെ പിണറായി സത്തെ താഴെ ഇറക്കുക എന്ന ഒറ്റ മുദ്രാവാക്യം സംബന്ധിച്ചുള്ളൂ. ആ മുദ്രാവാക്യത്തിന് ആരോടൊപ്പം UDF-ൽ എങ്ങനെ ചേർന്ന് മുന്നോട്ട് പോകണം, അങ്ങനെ ചേർന്ന് മുന്നോട്ട് പോകും. ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വന്ന പ്രതികരണത്തിൽ VT ബൽറാം നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത്, താങ്കൾ ഇപ്പോൾ VD സതീശനെതിരെ നടത്തിയിട്ടുള്ള അഴിമതി ആരോപണം, അതുപോലെ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിട്ടുള്ള ആരോപണം, ഇതെല്ലാം തിരുത്താൻ തയ്യാറാകണം, എന്നാൽ ഈ വിഷയത്തിൽ വിഷയാധിഷ്ഠിത പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. അത്തരം ആരോപണങ്ങളിൽ തിരുത്താൻ തയ്യാറാകുമോ? ഞാൻ കേട്ടില്ലല്ലോ, രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കട്ടെ, അതിനുശേഷം ചർച്ച നടത്താമെന്നാണ് UDF-ലെ പല നേതാക്കളും പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് ഇനി അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? അതായത് UDF-മായി ചേർന്ന് പോകാം എന്നുള്ളൊരു രാഷ്ട്രീയ അതാണ് ഞാൻ ആകത്തോടെ പറഞ്ഞു വന്നത്.
അതാണല്ലോ ഇവിടെ പറഞ്ഞു വന്നത്. ഇവിടെ പിണറായി സത്തെ താഴെ ഇറക്കുക, അതിനെന്ത് വേണം? ആ എന്ത് നിലപാട് ഞാൻ സ്വീകരിക്കും. അല്ല, ഒറ്റ കാര്യം കൂടെ, ഒരു സംശയം കൂടി ചോദിക്കാം. അങ്ങ് ഇതുവരെ ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിയിരുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പം UDF-ഉമായി ചേർന്ന് മുന്നോട്ട് പോകും എന്നതാണോ? അല്ല, എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാം. എന്തായാലും പിണറായി സത്തെ തകർക്കാൻ ഇവിടെ മുൻഗണനയിലുള്ള ഇവിടുത്തെ പ്രതിപക്ഷം, ഇവിടുത്തെ UDF അവരോടുമായി സഹകരിച്ച് എന്റെ ശക്തി കൂടി അതിന് പകരുന്ന നിലപാടായിരിക്കും. ഇപ്പൊ ജയിലിൽ പോകുന്നതിന് മുൻപ് പല ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ മഞ്ചേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു, പിന്നീടാണ് തവനൂരിലേക്ക് മാറ്റുന്നത്. അത്തരം എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? ജയിലിലെ കാര്യമൊക്കെ വളരെ മോശമായി. ഒരു MLA എന്ന നിലക്ക് കിട്ടേണ്ട ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം അത് ഞാനിപ്പോൾ പറയാത്തതെന്ന് വെച്ചാൽ പൊതുവിൽ MLA-മാർക്കുള്ള പരിഗണന എന്താണ് എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല. അതായത് ക്വാറന്റൈൻ സെല്ലിലാണ് അങ്ങേ പാർപ്പിച്ചെന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു. അങ്ങനെയാണോ? അല്ല, മോശമായ സ്ഥിതി തന്നെ. ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. കാരണം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമല്ല എനിക്ക് കൊടുക്കുന്നത്. ഞാൻ എന്താ പറയാ, രാവിലെ ഒരു ചായ കുടിച്ചു, ഒരു കഷ്ണം ചപ്പാത്തിയും കഴിച്ചു. സ്ഥിരമായി ഈ മരുന്നുകളൊക്കെ കഴിക്കുന്ന ആളാണല്ലോ, ഈ മരുന്നുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുവന്ന ഭക്ഷണം ഞാൻ എനിക്കത് അത് കഴിക്കാൻ എനിക്ക് എന്തോ ഇനിയിപ്പോൾ 10 ദിവസം ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ ഇവിടെ കൊടുക്കുന്ന ഭക്ഷണം തന്നെ. ഞാൻ ആ ഭക്ഷണത്തിനെ കുറിച്ചുള്ള ഇവിടെ അങ്ങനെ എല്ലാം മോശമാണെന്നൊന്നും അഭിപ്രായമൊന്നും എനിക്കില്ല. നമ്മൾ കടവാരുമായിട്ടൊക്കെ സംസാരിച്ചതാണ്. ആ കാര്യത്തിലൊക്കെ എന്താ പറയുക, മോശമല്ലാത്ത രീതിയിൽ ജയില് ഇവിടുത്തെ അധികാരികൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയല്ല, കേരളത്തിലെ നിയമസഭാ സാമാജികന് ഒരു MLA-ക്ക് കൊടുക്കേണ്ട പരിഗണന എനിക്കതറിയില്ല. കാരണം ഒരു MLA-ക്ക് ഒരു ജയിലിൽ കൊടുക്കേണ്ട A ക്ലാസ് പരിഗണന എന്താണ് എന്ന് പഠിച്ചിട്ട് വേണം ഇവരെന്നോട് ചെയ്തത് ശരിയാണോ അല്ലേ എന്ന് എനിക്ക് പറയാൻ. മനസ്സിലായില്ലേ? എനിക്ക് ഒരു സാധാ തടവുകാരുടെ സാഹചര്യത്തിൽ നിന്ന് ഒരു കട്ടിലല്ലാതെ, കട്ടിലെന്ന് മനസ്സിലായില്ലേ, അതല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കി ഒരു തലയണ ഞാൻ ചോദിച്ചിട്ട് ഭക്ഷണം മോശമായി പറയട്ടെ. തലയണ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഗിഡിനെസ്സിലാണ് നിൽക്കുന്നത്. എനിക്ക് തല അറിയുന്നില്ല. എൻ്റെ പെരടയിൽ എനിക്ക് ചെറിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ തലയണ വെച്ചേ കിടക്കുന്നത്. എന്തെങ്കിലും ഒരു സാധനം തരാൻ പറഞ്ഞിട്ട് ഇന്നലെ രാത്രി തൊട്ടിട്ട് ഇന്ന് വൈകുന്നേരം വരെ ചോദിച്ചിട്ട് അത് അവിടെ തരാൻ അവിടെ എന്താ പറയുക, ഇവിടുത്തെ സൂപ്രണ്ട് തയ്യാറായിട്ടില്ല. ഇത്തരം കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഞാൻ ആദ്യം എന്ത് പരിഗണനയാണ് ഒരു MLA-ക്ക് കൊടുക്കട്ട്, എന്താണ് നിയമം അതിൽ അനുശാസിക്കുന്നത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഇപ്പം ഞാനത് പറയുന്നില്ല. എന്നാൽ സംഗതി മോശമായിട്ട് അറിയില്ല. ഭക്ഷണം മോശമാണ് എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ആ ഭക്ഷണം തൃപ്തിപ്പെട്ടില്ല. എന്തുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണമാണല്ലോ ഇവിടെ പലപ്പോഴും ആളുകളെ വഴിയാധാരാക്കിയത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഉച്ചയ്ക്ക് വന്ന ഭക്ഷണത്തിൽ എനിക്ക് വ്യക്തിപരമായി ഒരു സംശയം തോന്നിയോണ്ട് ഞാനത് എന്താ പറയാ, എന്ത് സംശയമായിരുന്നു? അല്ല, ഇപ്പൊ പലർക്കും വിഷം കൊടുത്ത് കൊന്നിട്ടും അല്ലാതെയും കത്തിയെടുത്ത് കുട്ടിയെ കൊന്ന് പരിചയമുള്ളവരാണല്ലോ. അപ്പം സ്വാഭാവികമായി എനിക്ക് അങ്ങനെ ഡൗട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാലമുണ്ടെങ്കിൽ എവിടുന്ന് നടക്കാം എന്തർത്ഥമാണ്? അതായത് നിലവിലുള്ള പോരാട്ടത്തിന് ശക്തി പകരുന്നതാണോ ഇപ്പോഴത്തെ ജയിൽവാസം?